Welcome to the fourth part of our fifth module. Students, today we are going to discuss in detail about the various psychrometric process. I have given you some overview about all the different psychrometric process. I have shown you how these processes are represented in the psychrometric chart. Okay, now we will discuss it one by one in detail. Okay, so first of all, sensible heating. Sensible heating. എന്താണ് sensible heating? Sensible heating is that type of process in which temperature changes, dBT increases, humidity remains, specific humidity remains constant, right? So I can show you in a psychrometric chart like this. So 1 to 2, so this direction. So this type of process are called sensible heating. Okay, sensible heating. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ പോയിൻ്റ് 1ഉം പോയിൻ്റ് 2 ഉണ്ട്. അപ്പോൾ പോയിൻ്റ് ഈ സെൻസിബിൾ ഹീറ്റ് എത്ര ഹീറ്റ് ആഡ് ചെയ്തു എന്നുള്ളത് Q ഈക്വൽ ടു എങ്ങനെ കാണാൻ പറ്റും? രണ്ടിൻ്റെയും എൻതാൽപ്പിയുടെ ഡിഫറൻസ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡയറക്റ്റ് സൈക്രോമെട്രിക് ചാർട്ട് ഉണ്ടെങ്കിൽ രണ്ട് പോയിൻറ്റും നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന എൻതാൽപ്പി ലൈൻ യു ജസ്റ്റ് try to note the value of enthalpy line passing through the two different points and their difference will give you, so H2 യുടെ വാല്യൂ മൈനസ് H1 ഈ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് എവിടെ നിന്ന് എടുക്കാം? സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെൻസിബിൾ ഹീറ്റ് എത്രയാണ് എന്ന് കാണാൻ പറ്റും, എത്ര ഹീറ്റ് ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അനാലിറ്റിക്കലി നോക്കണമെങ്കിൽ H2 മൈനസ് H1 ഈസ് നത്തിങ് ബട്ട് enthalpy difference. Enthalpy means it is here there is both dry air and moisture, right? Dry air and water vapor, CPA. So dry air is nothing but TD2 minus TD1. Okay, let it be small letter, TD1 TD2 minus TD1. ഇത് ഡ്രൈ എയറിൻ്റെ. ഇനി വാട്ടർ വേപ്പറിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ കോൺസ്റ്റൻറ്റ് ഈ W എത്ര? ഇത് W ആണെങ്കിൽ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W ആണെങ്കിൽ W ഇൻറ്റു CPS സൂപ്പറേറ്റഡ് വേപ്പറാണ് ഇൻറ്റു TD2 മൈനസ് TD1. ഇങ്ങനെയാണ് അനലിറ്റിക്കലി എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഈ വാല്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അനലിറ്റിക്കലി കണ്ടുപിടിക്കാം ഇക്വേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഈ സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി ഇതൊന്ന് Q ഈക്വൽ ടു CPA പ്ലസ് WCPS കോമൺ ആയിട്ട് എടുത്തു. കാരണം TD2 മൈനസ് TD1 കോമൺ ആണ്, അപ്പോൾ അത് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ ഇതെന്താണ്? CPM ആണ്, അതായത് മോയ്സ്ചറിൻ്റെ CP. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു ഹ്യൂമിഡ് സ്പെസിഫിക് ഹീറ്റ്. CPM എന്ന് വെച്ചാൽ ഹ്യൂമിഡ് സ്പെസിഫിക് ഹീറ്റാണ്. ഹ്യൂമിഡ് സ്പെസിഫിക് ഹീറ്റ് അതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1.022 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് കിട്ടി? Q കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സൈക്രോമെട്രിക് ചാർട്ട് നോക്കാം. ഓക്കെ, അങ്ങനെയാണ് സെൻസിബിൾ. അപ്പോൾ എന്താണ് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് മനസ്സിലായില്ലേ? സെൻസിബിൾ ഹീറ്റിംഗ് വെച്ചാൽ ഇങ്ങനൊരു നമുക്കൊരു എയർ ഉണ്ട്, TD1 വരുന്നൊരു എയർ ഇൻലെറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഹീറ്റിംഗ് കോയിൽ കൊടുക്കും. ഓക്കെ, ഹീറ്റിംഗ് കോയിൽ. ഈ ഹീറ്റിംഗ് കോയിൽ ക്യാൻ ബി ഐദർ an electric coil or a coil in which hot water is passed. അപ്പോൾ നമുക്കൊരു കോയിലൂടെ ഹോട്ട് വാട്ടർ പാസ് ചെയ്താലും മതി, അല്ലെങ്കിൽ അതൊരു ഇലക്ട്രിക് ഹീറ്റർ ആയാലും മതി, എന്തെങ്കിലും ഹീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോയിൽ. അപ്പോൾ ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? TD2 ആയിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും, TD3. ആ TD3 എന്തായിരിക്കും? TD3 വിൽ ബി ഗ്രേറ്റർ ദാൻ TD2, ഗ്രേറ്റർ ദാൻ TD1. കാരണം TD1 എന്ന് വെച്ചാൽ TD2 അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഔട്ട്ലെറ്റിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻലെറ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കണം അല്ലേ? ഹീറ്റ് ചെയ്യുന്നല്ലേ, ഹീറ്റ് ചെയ്യുമ്പോൾ കൂടും. ഇത് കൂടണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന കോയിലിൻ്റെ ടെമ്പറേച്ചർ
ഈ ഔട്ടർ ടെമ്പറേച്ചറിനെക്കാട്ടിയും കൂടുതൽ. അല്ലെങ്കിൽ ഈ കോയിലിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറഞ്ഞിട്ട് എന്ത് കിട്ടും? TD2 കിട്ടും. മാക്സിമം കിട്ടൂല. അതെന്തുകൊണ്ട് കിട്ടൂല? അതിൽ നമുക്ക് ബൈപ്പാസ് ഫാക്ടർ എന്നൊരു സംഭവം വരുന്നുണ്ട്. അതിപ്പോൾ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇതൊരു 5 ഡിഗ്രി സെൽഷ്യസിലെ ഒരു എയർ ഇൻലെറ്റ് നമ്മുടെ 10 ഡിഗ്രി സെൽഷ്യസിലെ കോയിൽ വെച്ചാൽ എന്തായാലും ഒരു സപ്പോസ് ഒരു 8 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ അതായത് ചൂടായിട്ട് പുറത്തേക്ക് വരും. 10 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാവില്ല മാക്സിമം. അതായത് കോയിൽ ടെമ്പറേച്ചർ വരെ ചൂടാവാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ചൂടാവണമെങ്കിൽ ഇതിൻ്റെ ബൈപ്പാസ് ഫാക്ടർ മാക്സിമം ആയിരിക്കും, മിനിമം ആയിരിക്കണം. ബൈപ്പാസ് ഫാക്ടർ എന്താണെന്ന് നമുക്ക് അടുത്ത സെഷനിൽ പറയാം. ഇത് ഞാൻ ഒന്നും കൂടെ ഇതിൽ കാണിച്ചു തരാം. ഇതല്ലേ നമ്മളെ ഫിഗർ. ഈ ഫിഗറിൽ 1 ഇവിടെ, 2 ഇവിടെ, അപ്പോൾ 3 എവിടെ വരും? 3 ഇതിൻ്റെ ഇടയിൽ വരും. ഓക്കെ, 3 ഇത് 5.1 ആണ്, ഇത് 5.2 ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഇത് 5.3 ആണ്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുന്നുണ്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുകയാണോ കുറയാണോ നമുക്ക് നോക്കാം. നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു സൈക്രോമെട്രിക് ചാർട്ട്. ഇതിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് വരും. 1, 2, 3 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന 5 നോക്കിയേ, 40%. ഇങ്ങോട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയാണ്, 5 ഡിക്രീസസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 ഡിക്രീസസ് വൈൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡിക്രീസസ് വൈൽ സെൻസിബിൾ ഹീറ്റിംഗ് ഇസ് ഡൺ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി നമ്മൾ സെൻസിബിൾ കൂളിംഗ് നോക്കുക. സെൻസിബിൾ കൂളിംഗ് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കൂളറുണ്ട്. സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോയിൽ, അത് കൂളിംഗ് കോയിലായിരിക്കും. ഇതിലൂടെ നമുക്ക് റെഫ്രിജറൻറ്റോ അല്ലെങ്കിൽ കോൾഡ് വാട്ടറോ ഇങ്ങനെ പാസ് ചെയ്യും. സാധാരണ നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ ഇവാപ്പറേറ്ററാണ് ആ കൂളിംഗ് കോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ എയർ പാസ് ചെയ്യിക്കും. എയറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ DBT TD1 ആണെങ്കിൽ പുറത്തേക്ക് എത്തുമ്പോൾ എന്തായിരിക്കണം? അത് TD2 ആയിരിക്കണം. ആ TD2 ഷുഡ് ബി ലെസ് ദാൻ TD1. കൂളിംഗ് അല്ലേ. കൂളിംഗ് ആകുമ്പോൾ എക്സിറ്റിൽ കിട്ടുന്ന ടെമ്പറേച്ചർ ഇൻലെറ്റ് ടെമ്പറേച്ചറിനെക്കാട്ടി കുറവായിരിക്കണം. അപ്പോൾ ഈ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ TD3 ആയിരിക്കും. ആ TD3 എവിടെ വരണം? TD3 ഷുഡ് ബി ലെസ് ദാൻ TD2. അപ്പോൾ TD3 ഷുഡ് ബി ലെസ് ദാൻ TD2 ഷുഡ് ബി ലെസ് ദാൻ TD1. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം. ശ്രദ്ധിക്കേണ്ടത് ഈ TD3 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വാല്യൂ. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സൈക്രോമെട്രിക് ചാർട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതെന്താ? DBT മുകളിലേക്ക് W. ഇപ്പോൾ കൂൾ ചെയ്യുന്നത് വെച്ചാൽ കൂടിയ ടെമ്പറേച്ചറിന് TD1, ഇത് TD1, ഇത് TD2, ഇത് TD3. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്കാണ് കൂളിംഗ്. 1 നിന്ന് 2ലേക്കാണ് കൂളിംഗ്. ഇത് 3 എന്ന് വെച്ചാൽ കോയിലിൻ്റെ ടെമ്പറേച്ചർ ഔട്ട്പുട്ട് ടെമ്പറേച്ചറിനെക്കാട്ടി കുറവായിരിക്കും. ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കോയിലിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഈ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഇതെന്താണ് TDP. അതായത് TD3 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ TDP. അതായത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനെക്കാട്ടി കൂടുതലായിരിക്കണം സെൻസിബിൾ കൂളിംഗ് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ അവിടെ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കും, കണ്ടൻസേഷൻ നടക്കും. അതായത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനെക്കാട്ടി കുറവാണ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും കണ്ടൻസേഷൻ നടക്കും. ഫോർ സെൻസിബിൾ കൂളിംഗ് ഇത് മസ്റ്റാണ്. TD3 അതായത് ടെമ്പറേച്ചർ ഓഫ് ദ കോയിൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. എന്താണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ടു ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമുക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് TDP അല്ലെങ്കിൽ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് ഇതിൽ പാസ് ചെയ്യുന്ന H1ഉം H2 നോക്കാം. അപ്പോൾ
H1 H2. അപ്പോൾ Q അതായത് ഹീറ്റ് റിജക്റ്റർ എന്ന് വെച്ചാൽ H1 മൈനസ് H2 ആയിരിക്കും അല്ലേ. അത് നമുക്ക് മറ്റേ അനാലിറ്റിക്കലി നോക്കിയാൽ H1 മൈനസ് H2 ഷുഡ് ബി ഈക്വൽ ടു CPA T D1 മൈനസ് T D2 പ്ലസ് WCPS T D1 മൈനസ് T D2. ഇത് നമുക്ക് CPM T D1 മൈനസ് T D2 എന്ന് മാറ്റി എഴുതാം. ഓക്കെ. ഇപ്പം ഇത് പെർ കിലോ, ഇതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇതിനെ വാട്ട്സിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു കിലോ ജൂൾ പെർ സെക്കൻഡ്. എത്ര പവർ വേണമെന്നാണ് അത് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ, മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് സെൻസിബിൾ ഹീറ്റ് റിജക്റ്റഡ് പെർ മിനിറ്റ്, സെൻസിബിൾ ഹീറ്റ് റിജക്റ്റഡ് പെർ സെക്കൻഡ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, Q ഇൻറ്റു എം ഡോട്ട് ചെയ്താൽ മതി. അതായത് എം ഡോട്ട് CPM TD1 മൈനസ് TD2 ചെയ്താൽ മതി. എം ഡോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. എം ഡോട്ടിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ കിലോഗ്രാം പെർ സെക്കൻഡ് ആയിരിക്കണം. ഓക്കെ. എം ഡോട്ട് അല്ലെങ്കിൽ MA ഡോട്ട്, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ, മാസ് ഫ്ലോ റേറ്റ് ഓഫ് മോയ്സ്ചർ, അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ V തന്നിട്ടുണ്ടാവും, സ്മോൾ v എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഡ്രൈ എയർ ഫ്ലോയിങ് ഇൻ, റേറ്റ് ഓഫ് ഡ്രൈ എയർ, അതായത് വോളിയം, സ്പെസിഫിക് വോളിയം പെർ സെക്കൻഡ്. റേറ്റ് ഓഫ് ഡ്രൈ എയർ ഫ്ലോയിങ് ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്, ഇത് നമുക്ക് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എടുക്കുന്നതായിരിക്കും, കാരണം എല്ലാം മിനിറ്റ്, സെക്കൻഡ് വളരെ ചെറിയത്. നമ്മൾ റെഫ്രിജറേഷനിലെല്ലാം മിനിറ്റാണ് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് മിനിറ്റ്, MA ഡോട്ട് മിനിറ്റിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് പെർ മിനിറ്റ് ഇട്ടാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, ഡെൻസിറ്റി ഓഫ് മോയ്സ്ചർ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ρV ചെയ്താൽ എന്ത് കിട്ടും, എം ഡോട്ട് കിട്ടും. ഓക്കെ. അപ്പം അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, സെൻസിബിൾ ഹീറ്റ് റിജക്റ്റഡ് പെർ മിനിറ്റ് റേറ്റിൽ കിട്ടും, കിലോ ജൂൾ പെർ മിനിറ്റിൽ കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് സെൻസിബിൾ. ഇതാണ് ഞാൻ കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ്. ഇനി ഈ ബൈപ്പാസ് ഫാക്ടർ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബൈപ്പാസ് ഫാക്ടർ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കൂളിംഗ് നടക്കും, അല്ലെങ്കിൽ ഹീറ്റിംഗ്. ഇപ്പോൾ ഹീറ്റിംഗ് ആണ്, സപ്പോസ് ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. ഇതാണ് ഡക്റ്റ്, ഇതാണ് ഇൻലെറ്റ്. ഇതിലൂടെ നമുക്ക് എന്തുണ്ട്, ഓക്കെ, കോയിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. കോയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തായിരിക്കും. ഇതാണ് ഹീറ്റിംഗ് കോയിലെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവം, TD1, ഇത് ഇൻലെറ്റ് ടെമ്പറേച്ചർ TD1, ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചർ TD2, ഇതിൻ്റെ ടെമ്പറേച്ചർ TD3 ആണ്. അപ്പോൾ ഇത് 1 കിലോഗ്രാം ആണ് വരുന്നതെങ്കിൽ 1 കിലോഗ്രാം എയർ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇത് ടച്ച് ചെയ്യാണ്ട് പോകുന്ന കുറച്ച് എയർ ഉണ്ടാവുമല്ലോ, കോയിൽ ടച്ച് ചെയ്യാണ്ട് പോകുന്ന എയർ ഒരു X കിലോഗ്രാം ആണ്. അപ്പോൾ ഇത് ടച്ച് ചെയ്ത് പോകുന്നത് എന്തായിരിക്കും, 1 - X കിലോഗ്രാം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ X കിലോഗ്രാമിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും, TD1 തന്നെ ചേഞ്ച് ചെയ്യില്ലല്ലോ. പക്ഷേ 1 - X എന്തായിരിക്കും, ഇതിൻ്റെ ടെമ്പറേച്ചർ TD3, അതായത് സർഫസിൻ്റെ ടെമ്പറേച്ചർ. ഇനി ഇവിടെ എത്തുമ്പോൾ ഇത് രണ്ടും വീണ്ടും ജോയിൻ ആയിട്ടാണ് TD2 ആവുന്നത്. മനസ്സിലായോ? നമുക്ക് എന്താൽപ്പി ബാലൻസ് നോക്കാം. അപ്പോൾ X കിലോഗ്രാം, ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടല്ലേ, ഇവിടെ ഒന്ന്. X കിലോഗ്രാം ഇവിടെയും പോകുന്നുണ്ട്, 1 - X ഇവിടെയും പോകുന്നുണ്ട്. അപ്പോൾ എന്താൽപ്പി X കിലോഗ്രാമിൻ്റെ എന്താൽപ്പി കാണണമെങ്കിൽ X ഇൻറ്റു CPM അല്ലേ, മോയ്സ്ചറാണ്, CPM ഇൻറ്റു TD1, അത് ഒറിജിനൽ ടെമ്പറേച്ചർ തന്നെയാണ്. രണ്ടാമത്തെ ഇതിലെ പാസ് ചെയ്യുന്ന 1 - Xൻ്റെ എന്താൽപ്പി എന്തായിരിക്കും, 1 - X കിലോഗ്രാം ഇൻറ്റു CPM ഇൻറ്റു TD3 ആണ്. അത് രണ്ടും ജോയിൻ ചെയ്താൽ അവസാനം ഇവിടെയുള്ള എന്താൽപ്പി കിട്ടും. ഇവിടെയുള്ള എന്താൽപ്പി എന്താണ്, 1 കിലോഗ്രാം ആണ്, CPM ആണ്,
ടെമ്പറേച്ചർ TD2 ആണ്. ഓക്കെ, ടെമ്പറേച്ചർ TD2 ആണ്. അപ്പോൾ ഇത് ഒന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. XCPM TD1 മൈനസ് XCPM TD3 പ്ലസ് 1 CPM TD3 ഈക്വൽ ടു 1 CPM TD2. അപ്പോൾ എക്സ് കോമൺ ആയിട്ട് എടുത്താൽ TD1 മൈനസ് TD3 എക്സ് CPM എല്ലായിടത്തും കട്ടാവും അല്ലേ, CPM എല്ലായിടത്തും അങ്ങനെ ഉണ്ട്. അപ്പോൾ എക്സ് TD1 മൈനസ് TD3 എന്നുള്ളത് ഈസ് ഈക്വൽ ടു, ഞാൻ മറ്റേ ടേം അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇത് അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ TD2 മൈനസ് TD3 1 ഇൻറ്റു TD2 മൈനസ് TD3 അല്ല, TD2 മൈനസ് TD3 സോറി TD2 മൈനസ് TD3 എന്നല്ലേ, ശരി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? TD2 മൈനസ് TD3 ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ TD1 മൈനസ് TD3 അല്ലേ. ഇപ്പോൾ ഈ ഹീറ്റിങ്ങിൽ TD2 TD3നെക്കാട്ടി കുറവല്ലേ, അപ്പോൾ അത് ബെറ്റർ. നിങ്ങളത് നെഗറ്റീവ് ഇത് ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. എക്സ് TD3 മൈനസ് TD2 ബൈ TD3 മൈനസ് TD2. കാരണം TD3 ആയിരിക്കും വലിയത്. ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്ററിൻ്റെ ടെമ്പറേച്ചറായിരിക്കും വലുതുണ്ടാവും, അപ്പോൾ സെയിം എഫക്റ്റാണ്. കാരണം ഇതിൻ്റെ മൈനസ് എടുത്ത് ഇത് കോമൺ ഒരു മൈനസ് എടുത്ത് കട്ട് ചെയ്താൽ TD2 മൈനസ് TD3 ബൈ TD1 മൈനസ് TD3 നമുക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ഈ എക്സ് ആണ്. അതായത് ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈപ്പാസ് ഫാക്ടർ, BPF. ബൈപ്പാസ് ഫാക്ടർ എന്ന് വെച്ചാൽ കോയിൽ ടച്ച് ചെയ്യാണ്ട് പോകുന്ന 1 കിലോഗ്രാം എയർ നമ്മൾ കോയിലൂടെ കടത്തി വിട്ടാൽ കോയിൽ ടച്ച് ചെയ്യാണ്ട് എത്ര കിലോഗ്രാം, അതിൻ്റെ എത്ര 1 കിലോഗ്രാമിൽ എത്ര കിലോഗ്രാം കോയിൽ ടച്ച് ചെയ്യാണ്ട് പോകുന്നു, അതിൻ്റെ അളവിനെയാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു കോയിൽ ടെമ്പറേച്ചർ TD3 മൈനസ് ഔട്ട്പുട്ട് ടെമ്പറേച്ചർ ബൈ കോയിൽ ടെമ്പറേച്ചർ മൈനസ് ഔട്ട്പുട്ട് ടെമ്പറേച്ചർ, കോയിൽ ടെമ്പറേച്ചർ ബൈ ഇൻലെറ്റ് ടെമ്പറേച്ചർ. ഇതാണ് ഹീറ്ററിൻ്റെ കേസിൽ, സെൻസിബിൾ ഹീറ്റിങ്ങിൻ്റെ കേസിലുള്ള ബൈപ്പാസ് ഫാക്ടർ. അപ്പോൾ കൂളിങ്ങിൻ്റെ കേസിൽ നേരെ തിരിച്ച് സെയിം ആയിരിക്കും. നേരെ തിരിച്ച് BPF എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. TD2 മൈനസ് TD3 ബൈ TD1 മൈനസ് TD3 സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് TD3 കുറവായിരിക്കും, TD2നെക്കാട്ടിയും കുറവ് TD3 ആയിരിക്കും, TD1നെക്കാട്ടിയും കുറവായിരിക്കും TD3. അതുകൊണ്ടാണ് കൂളിങ്ങിൻ്റെ കേസിൽ ഇങ്ങനെ. ഇക്വേഷൻ രണ്ടും സെയിം ആണ്, രണ്ടും നെഗറ്റീവ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബൈപ്പാസ് ഫാക്ടർ എന്നുള്ള സംഭവം കാണാൻ പറ്റുന്നത്. ബൈപ്പാസ് ഫാക്ടർ. പിന്നൊരു ടേം എന്ന് വെച്ചാൽ എഫിഷ്യൻസി എന്നുള്ള ടേം ഉണ്ട്. എഫിഷ്യൻസി ഓഫ് കൂളിംഗ് ഓഫ് കോയിൽ, either it be cooling or heating. Efficiency equal to 1 minus BPF ആണ്. 1 minus BPF. ശ്രദ്ധിക്കുക, എപ്പോഴും എഫിഷ്യൻസി ഓഫ് എ കോയിൽ എന്ന് പറയുന്നത് ബൈപ്പാസ് ഫാക്ടർ കാണാം. 1ൽ നിന്ന് ബൈപ്പാസ് ഫാക്ടർ മൈനസ് ചെയ്താൽ നമുക്ക് കൂളിംഗ് കോയിലിൻ്റെ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിൻ്റെ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. ഇത് നോക്കാം. അറ്റ്മോസ്ഫിയർ എയർ വിത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ നമ്മുടെ കയ്യിൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്തുണ്ട്, എയർ ഉണ്ട്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ TW1, അതായത് നമ്മുടെ കയ്യിലുള്ള TW1 17 ഡിഗ്രി സെൽഷ്യസ് ഈസ് ടു ബി കൂൾഡ് ടു 15 ഡിഗ്രി സെൽഷ്യസ്. എന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് TD2 15 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന നേരം കൂൾ ചെയ്യണം വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ്. വെച്ചാൽ സെൻസിബിൾ കൂളിംഗ് ആണ്. അപ്പോൾ ഒറിജിനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണണം, ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണണം, ഫൈനൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കാണണം. ഇത് സിമ്പിളായിട്ട് എങ്ങനെ കാണാം? സൈക്രോമെട്രിക് ചാർട്ട് എടുക്കാം. സൈക്രോമെട്രിക് ചാർട്ടിൽ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് വെച്ചാൽ
ഇനീഷ്യൽ TD1 രണ്ട് പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്കൊരു ഇത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് എയർ ആയതുകൊണ്ട് നമ്മളിത് 1 ടോട്ടൽ പ്രഷറിൻ്റെ ചാർട്ട് എടുക്കാം. പിന്നെ എന്തുണ്ട്, TD1 TW1 തന്നിട്ടുണ്ട്. TD1 28 എന്ന് വെച്ചാൽ നോക്കുക, സംവർ ഹിയർ 28. അതിന് WBT, ഇതാണ് WBT, റെഡ് ലൈനാണ് WBT. അതത്ര 17 എന്ന് വെച്ചാൽ സംവർ, അത് കറക്റ്റ് നിങ്ങൾ ചാർട്ട് എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പോയിൻ്റ് അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം. ആ ഫസ്റ്റ് പോയിന്റിലുള്ള ഒറിജിനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അത് 28 കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിവിടെ കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചാർട്ട് പേപ്പറിൽ സ്കെയിലെല്ലാം വെച്ച് കറക്റ്റ് നോക്കാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 17 കുറച്ച് താഴെ കൂടിയാണ് പോകുന്നത്, 17. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ മുട്ടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5.1 നിങ്ങൾക്ക് ഇതിലൂടെ പോകുന്ന 5 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നോക്കാം. അത് 34% എന്ന് കിട്ടണം. 34% എന്ന് കിട്ടണം. നിങ്ങൾ ഒറിജിനലി നിങ്ങളെ കയ്യിലുള്ള ചാർട്ട് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് 34% ആണെന്ന് കാണാൻ പറ്റും. ഇതിനെന്ത് ചോദിക്കുന്നുണ്ട്, ഫൈനൽ ഹ്യൂമിഡിറ്റി ചോദിക്കുന്നുണ്ട്. ഫൈനൽ ഹ്യൂമിഡിറ്റി എങ്ങനെ കാണും? ഫൈനൽ ഹ്യൂമിഡിറ്റി കാണണമെങ്കിൽ ആദ്യം ഫൈനൽ പോയിന്റ് കാണണം അല്ലേ. ഫൈനൽ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എവിടെയായിരുന്നു? 17 28. സംവർ ഹിയർ ആണ്, സംവർ ഹിയർ. ഇതാണ് 1. ഇനി കൂൾ ചെയ്യുന്നതല്ലേ, കൂൾ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? എത്ര കൂൾ ചെയ്യുന്നുണ്ട്? 15 ഡിഗ്രി സെൽഷ്യസ് വരെ കൂൾ ചെയ്യുന്നുണ്ട്. സെൻസിബിൾ കൂളിംഗ് ആണ്. സെൻസിബിൾ കൂളിംഗ് ആണെങ്കിൽ 15 ഡിഗ്രി സെൽഷ്യസ്. DBT 15 കണ്ട, DBT 15 വരെ. ഇത് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം. 15 ഡിഗ്രി സെൽഷ്യസിന് മുട്ടുന്ന പോയിന്റ് എടുക്കാം. അങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, കാരണം സെൻസിബിൾ കൂളിംഗ് ആണ്. അപ്പോൾ 15 ഡിഗ്രി സെൽഷ്യസ് മുട്ടുന്നത്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതാണ് ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അത് എത്ര കിട്ടണം? അതിപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ഒരു 60 70 80 അടുത്തല്ലേ, ഒരു 70. കറക്റ്റ് ആൻസർ 73% ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഫൈനൽ WBT എന്ന് ചോദിക്കുന്നുണ്ട്. ഫൈനൽ WBT എന്ന് വെച്ചാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന WBT ലൈൻ, അത് 15 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയിലുള്ള കറക്റ്റ് വാല്യൂ കിട്ടുന്നത് 3. TW2 വിൽ ബി അറൗണ്ട് 12 ഡിഗ്രി സെൽഷ്യസ്. അതും കറക്റ്റ് കിട്ടുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് ക്വിക്ക്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫേർഡ് എത്രയാണെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിലൂടെ രണ്ടിലും പാസ് ചെയ്യുന്ന എൻതാൽപ്പി ലൈൻ, ഇത് കണ്ട, ഇത് 57, ഇത് 42. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു 50, ഓക്കെ, ഒരു 50 നോട്ടിക്കോ. ഇതിപ്പോൾ ഒരു 30 വേണ്ട, ഇത് 29 തൊട്ട് മുകളിലാണ്. അപ്പോൾ ഒരു 32. അപ്പോൾ ഈ 50ൻ്റെയും 32ൻ്റെയും ഡിഫറൻസ് 18 കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും ഹീറ്റ് Q. അങ്ങനെയാണ് Q കാണേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ കറക്റ്റ് ആൻസർ അല്ല ഞാൻ പറയുന്നത്, അപ്രോക്സിമേറ്റ് ആണ്. കാരണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. കറക്റ്റ് വാല്യൂ എനിക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സ്കെയിൽ വെച്ച് സെറ്റ് സ്ക്വയറും സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് പെർപെൻഡിക്കുലർ ആംഗിളും എല്ലാം നോക്കിയിട്ട് നമ്മളെ എപ്പോഴും കയ്യിലൊരു സൈക്രോമെട്രിക് ചാർട്ട് വേണം. എക്സാമിനായാലും സൈക്രോമെട്രിക് ചാർട്ട് കയ്യിൽ ഉണ്ടാവണം. ആ സൈക്രോമെട്രിക് ചാർട്ട് സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് അളന്നിട്ട് വേണം ഫൈനൽ ആൻസർ എടുക്കാൻ. ഓക്കെ, അത് നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് 760 mm of Hg വെച്ചാൽ എന്താണ് 180 mm പ്രഷർ. 760 വെച്ച് കഴിഞ്ഞാൽ 180 mm പ്രഷർ. അപ്പോൾ നമ്മൾ 180 mm പ്രഷറിൻ്റെ സൈക്രോമെട്രിക് ചാർട്ട് എടുക്കുന്നുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? DBT 15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ TD1 = 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുക്കാം. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ TW1 11 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുക്കാം. അല്ല അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റും കിട്ടി. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റ് മിനിമം 3 ഇത് വേണം. അപ്പോൾ 180 mm അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ചാൽ ഓക്കെ, അതൊരു ഇതായി. പിന്നെ TD1 TW1 കിട്ടിയാൽ നമുക്ക് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് ഓഫ് എൻ്ററിങ് എയർ ലൊക്കേറ്റ് ചെയ്യാം. എൻ്റെ ഹീറ്റിംഗ് കോയിലാണ്, ഇത് കൂളിംഗ് അല്ല, ഹീറ്റിംഗ് കോയിൽ ഹൂസ് ടെമ്പറേച്ചർ ഈസ് 41 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ TD3.
ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ TD3 41 ഡിഗ്രി സെൽഷ്യസ്. ഇനി ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട് 0.5 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കാണേണ്ടത് ഡിറ്റർമിൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദ എയർ ലീവിങ് ദ കോയിൽ. അപ്പോൾ TD2 കാണണം, TW2 കാണണം, Phi2 കാണണം. ഓൾസോ ഡിറ്റർമിൻ ദ സെൻസിബിൾ ഹീറ്റ് ആഡഡ് ടു ദ എയർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. Q സെൻസിബിൾ ഹീറ്റ്, ഇത് സെൻസിബിൾ ഹീറ്റിംഗ് ആണല്ലേ. ഓക്കെ, ഇതിൽ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സെൻസിബിൾ ഹീറ്റാണെന്ന് ഇതിപ്പോൾ ജസ്റ്റ് ഹീറ്റിംഗ് കോയിൽ ആയതുകൊണ്ട് ഹീറ്റിംഗ് കോയിലെ പാസ് ചെയ്താൽ സെൻസിബിൾ ഹീറ്റിംഗ് മാത്രമേ നടക്കൂ. അത് അങ്ങനെ നടക്കും. കാരണം കൂളിംഗ് കോയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സെൻസിബിൾ കൂളിങ്ങും ആവാം, പിന്നെ കൂളിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷനും ആവാം. എന്താണ് കണ്ടീഷൻ? അത് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ADP, അതായത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവാണോ കൂടുതലാണോ നോക്കിയിട്ട് അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഹീറ്റിംഗ് കോയിലാണെങ്കിൽ അവിടെ സെൻസിബിൾ ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. അവിടെ കാരണം ഹ്യൂമിഡിഫിക്കേഷൻ്റെ ഒരു സ്കോപ്പ് വരുന്നില്ല, അവിടെ അങ്ങനെ ഒരു സ്കോപ്പ് വരുന്നില്ല. അപ്പോൾ സെൻസിബിൾ. അപ്പോൾ നിങ്ങൾ എന്തെടുക്കാം, വീണ്ടും ഒരു ചാർട്ട് എടുക്കാം. ഈ ചാർട്ടിലാണ് നമ്മളെ എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് TD1 15 ഡിഗ്രി സെൽഷ്യസ്, TW1 11 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 15ഉം 11ഉം, ഈ 11 ഇങ്ങനെ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സംവെയർ ഹിയർ ആയിരുന്നു 11. അപ്പോൾ ഇത് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ബ്ലാക്കിൽ മാർക്ക്. ഇത് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം, കാരണം സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. സെക്കൻഡ് പോയിന്റ് തന്നിട്ടില്ല അല്ലേ, സെക്കൻഡ് പോയിന്റ് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വര വരച്ച് നോക്കാം, നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ച് നോക്കാം. പക്ഷേ TD3 തന്നിട്ടുണ്ട് അല്ലേ, TD3. അപ്പോൾ TD3 മാർക്ക് ചെയ്ത് വെച്ചോ. TD3 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ വരക്കുമ്പോൾ ഇത് എവിടുത്തം വരെ വരച്ചാൽ മതി? TD3 41 എവിടുത്തം വരെ വരക്കാം. അപ്പോൾ ഇത് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് 2 വരുന്നത്? ആ 2 അങ്ങനെ കാണാം. ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട്. ബൈപ്പാസ് ഫാക്ടർ ഈക്വൽ ടു 0.5. ബൈപ്പാസ് ഫാക്ടർ എങ്ങനെയാണ്? TD3 മൈനസ് TD2 ബൈ TD3 മൈനസ് TD1 ഈക്വൽ ടു 0.5. 41 മൈനസ് TD2 ബൈ 41 മൈനസ് 15 ഈക്വൽ ടു 0.5. ഇത് സോൾവ് ചെയ്താൽ TD2 കിട്ടിയില്ലേ? TD2 എത്ര കിട്ടും? 28 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. അതെവിടെ മാർക്ക് ചെയ്യാം? വീണ്ടും ഇവിടെ മാർക്ക് ചെയ്യാം 2. നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദ എയർ ലീവിങ് ദ കോയിൽ. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇതാ 28, അത് നമുക്ക് കിട്ടി. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇങ്ങനെ ഇതിലൂടെ പാരലായി പാസ് ചെയ്യുന്നത്. ആ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ TW2 ഓൾമോസ്റ്റ് ഒരു 16 ആയിരിക്കും. 16 TW2 16 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അതിനെന്ത് വേണം? ഇതിലൂടെ പാസ് ചെയ്യുന്ന 5 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 30യുടെ അടുത്ത്, ഒരു 20 അറൗണ്ട് ഒരു 29 ഇട്ടോളൂ. അത് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. 5 എന്ന് വെച്ചാൽ 28 ഡിഗ്രി സെൽഷ്യസ്, 29 അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, വേറെ ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. സെൻസിബിൾ ഹീറ്റ് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 1ലൂടെ പാസ് ചെയ്യുന്ന H1ഉം 2ലൂടെ പാസ് ചെയ്യുന്ന H2 നോക്കാം. അപ്പോൾ H1 നിങ്ങൾക്ക് അതിൽ നിന്ന് H1 എത്ര കിട്ടും നോക്കാം. H1 എത്രയാണ്? 32 ആയിട്ടായിരിക്കും വരുന്നത്. H1 നോക്കാം. ഇതാ ഇവിടെ 29ൻ്റെ എഴുതലല്ലേ, 29 എന്ന് പറയുമ്പോൾ ഓക്കെ, ആക്ച്വലി അതൊരു 30 ആണ് വരുന്നത്. 31 H1 31 ആണ് വരുന്നത്. 31 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ആക്ച്വൽ വാല്യൂ. അതേപോലെ H2 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ H2 42, ഓൾമോസ്റ്റ് ഒരു 42, ഇത് 57 അല്ലേ. അപ്പോൾ അത് ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 46 വരും. 42ന് മുകളിൽ 57ന് താഴെ 46 ആണ് ആക്ച്വൽ. ഇതിപ്പോൾ എൻ്റെ ചെറിയ മിസ്റ്റേക്ക്. ഇതിൽ വരക്കുന്ന ആ ഒരു ലിമിറ്റേഷൻ കാരണമാണ് കറക്റ്റ് കിട്ടാത്തത്. കറക്റ്റ് വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്താൽ 46 വരും. 46 കിലോ ജൂൾ പെർ കിലോഗ്രാം.
അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ആഡഡ് ഈക്വൽ ടു H2 മൈനസ് H1 ആണ്. അതിൻ്റെ വാല്യൂ അറൗണ്ട് 114 എത്ര 15 അറൗണ്ട് 15 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡ്രൈ എയർ ആണ്. ഓക്കെ, 15 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡ്രൈ എയർ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സെൻസിബിൾ കൂളിങ്ങിൻ്റെയും സെൻസിബിൾ ഹീറ്റിങ്ങിൻ്റെയും കേസിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വോളിയം ഫ്ലോ റേറ്റ് ഒരു 300 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ക്യൂ കാണുമ്പോൾ മാസ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ക്യൂ കാണുമ്പോൾ ടോട്ടൽ ക്യൂ ഇത് മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിലോ ജൂൾ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് വേണ്ടേ? മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഡ്രൈ എയർ അല്ലേ? മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ ആണ്, ഡ്രൈ എയർ അല്ല. മാസ് ഫ്ലോ റേറ്റ് ഓഫ് മോയിസ്റ്റ് എയർ ഇൻറ്റു H2 മൈനസ് H1 ചെയ്യണ്ടേ? അപ്പോൾ ഈ M.A കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വോളിയം ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി അല്ലേ? മാസ് ബൈ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ. ഈ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? 1/v ആണ്, സ്പെസിഫിക് വോളിയം. അതായത് ക്യാപിറ്റൽ V ബൈ സ്മോൾ v ചെയ്താൽ മതി. ക്യാപിറ്റൽ V ബൈ സ്മോൾ v. അപ്പോൾ 300 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ബൈ ഈ സ്മോൾ v എവിടെ നിന്ന് കിട്ടും? സ്മോൾ v എന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യുന്ന എയർ, എൻറ്ററിങ് എയർ കണ്ട. ഒന്നാമത്തെ പോയിൻ്റാണ് എൻറ്ററിങ് എയർ. ഈ എൻറ്ററിങ് എയറിൽ ഈ ഗ്രീൻ ലൈൻ കണ്ട. ഗ്രീൻ ലൈൻ എന്താണ്? വോളിയം. വോളിയത്തിൻ്റെ യൂണിറ്റ് സ്പെസിഫിക് വോളിയം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഡ്രൈ എയർ ആണ്. അപ്പോൾ വോളിയത്തിൻ്റെ സ്പെസിഫിക്, അപ്പോൾ അവിടെ ഒരു 0.88 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഡ്രൈ എയർ എന്നായിരിക്കും. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഡ്രൈ എയർ. അപ്പോൾ ഇതിലെന്താണ്? ഇത് കട്ട് ചെയ്താൽ മീറ്റർ ക്യൂബായി കിലോഗ്രാം ഡ്രൈ എയർ പെർ മിനിറ്റ് കിട്ടും. കിലോഗ്രാം ഡ്രൈ എയർ പെർ മിനിറ്റ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് V ബൈ സ്മോൾ v ചെയ്യുന്നത്. അതിനാണ് ഈ സ്പെസിഫിക് വോളിയം എന്നില്ല ഈ ലൈൻ ചെയ്യുന്നത്. നമുക്കൊരു വോളിയമായിട്ടാണ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് അല്ല, വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ബൈ ഈ സ്മോൾ v സ്പെസിഫിക് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് സ്പെസിഫിക് വോളിയം തന്നിട്ടുള്ളത്. ഓക്കെ, കുറച്ച് പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് ഫോമിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഹ്യൂമിഡിഫിക്കേഷൻ, ഇതിപ്പോൾ സെൻസിബിൾ കൂളിങ് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? Humidification is nothing but addition of moisture to the air without changing its dry bulb temperature. അതാണ് ഹ്യൂമിഡിഫിക്കേഷൻ. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് മോയ്സ്ചർ ഫ്രം ദ എയർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതായത് DBT കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ മോയ്സ്ചർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോൾ ഇതാ DBT കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒരു ലൈൻ, ഇത് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് 1, ഇത് 2 ആണെങ്കിൽ ഇത് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഇത് 2, ഇത് 1 ആണെങ്കിൽ ഇത് ഹ്യൂമിഡിഫിക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല, ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ഇത് H2 മൈനസ് H1. അപ്പോൾ ഇവിടെ ഹ്യൂമിഡിഫിക്കേഷനിൽ എന്താ? ഹീറ്റ് അഡീഷൻ ഉണ്ട്. ഡീഹ്യൂമിഡിഫിക്കേഷനിൽ എന്തുണ്ടാവും? ഹീറ്റ് റിമൂവൽ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഹീറ്റ് എന്ന് വെച്ചാൽ HFG ആണ്. H2 മൈനസ് H1 എന്ന് പറയുന്നത് HFG, അതായത് ലാറ്റൻറ്റ് ഹീറ്റാണ്. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ ആണ്. ഫേസ് ചേഞ്ചിന് വേണ്ട ഹീറ്റാണത്, HFG ആണത്. അപ്പോൾ അതിന് നമുക്ക് LH ലാറ്റൻറ്റ് ഹീറ്റ് വിളിക്കാം. മറ്റേ കേസിലാണെങ്കിൽ അവിടെ ചെയ്യുന്നതൊക്കെ നമ്മൾ SH ആണ്, സെൻസിബിൾ ഹീറ്റ് ആണ്. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് LH ആണ്. അപ്പോൾ ഈ രണ്ട് എൻതാൽപ്പി ലൈനിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ലാറ്റൻറ്റ് ഹീറ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അത് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ, അത് ക്ലിയർ അല്ലേ? ഇതിലൂടെ ഇത് 5.2, ഇത് 5.1. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി താഴോട്ട് കുറഞ്ഞു വരും. ഓക്കെ, താഴോട്ട് നമുക്ക് കുറയുക ചെയ്യാം. മുകളിലോട്ട് പോകുമ്പോൾ ഹ്യൂമിഡിഫൈ ചെയ്യുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടും, താഴോട്ട് വരുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയും.
അപ്പോൾ ഈ H2 - H1, അതായത് Q ഈക്വൽ ടു എന്താണ് പറഞ്ഞത് നമ്മൾ, H2 - H1 ആണ്. H2 - H1 എന്ന് വെച്ചാൽ HFG ആണ്. പക്ഷെ HFG എന്ന് ഡയറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം HFG എന്ന് പറയുന്നത് പെർ കിലോഗ്രാം ഓഫ് മോയ്സ്ചർ ആണ്. സോറി, നമുക്കത് എന്ത് വേണം, ഡ്രൈയറിലേക്ക് മാറ്റണ്ടേ. ഡ്രൈയറിലേക്ക് മാറ്റണം ഇൻറ്റു W2 - W1 ചെയ്യാം. W2 - W1 ചെയ്യാം. ഓക്കെ, എന്താണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ ഡ്യൂറിങ് ദ ഇത് ഹ്യൂമിഡിഫിക്കേഷൻ കോൺസ്റ്റൻറ്റ്. പക്ഷേ അതുകൊണ്ട് സെൻസിബിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ ചേഞ്ച് ഇൻ എൻതാൽപ്പി പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ, നമുക്ക് ഈ Q നമ്മൾ എപ്പോഴും എല്ലാ ആൻസറും നമുക്ക് പെർ യൂണിറ്റ് ഓഫ് എന്താണ്, പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിലാണ് വേണ്ടത്. അപ്പോൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണെങ്കിൽ ഈ HFG എന്ന് പറയുന്നത് വാട്ടർ വേപ്പറിൻ്റെ അല്ലേ, വാട്ടർ വേപ്പറിൻ്റെ അല്ലേ, ഈ വാട്ടർ വേപ്പറിൻ്റെ പെർ കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ വരും. പക്ഷെ അതിനെ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, W2 - W1 കൊണ്ട്. അതായത് ഇത് W2, ഇത് W1, ആ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അനാലിറ്റിക്കലി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഈ HFG നമുക്ക് പക്ഷേ ഇത് ആവശ്യമില്ല. ഇത് അനാലിറ്റിക്കലി തിയറിറ്റിക്കലി കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് H2 - H1 നമുക്ക് സൈക്ലോമെട്രിക് ചാർട്ടിന് ഡയറക്റ്റ് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ H2 - H1 ആക്ച്വലി എന്താണ്, HFG സ്റ്റീം ടേബിളിൽ നിന്നില്ല സ്റ്റീം ടേബിളിൽ നിന്ന് HFG കിട്ടുന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതുമായിട്ട്, W2 - W1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ആവശ്യമില്ല. ഇത് നിങ്ങൾ പ്രോബ്ലത്തിൽ ഇതായിരിക്കും യൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് സൈക്ലോമെട്രിക് ചാർട്ടിൽ നിന്ന് എടുക്കേണ്ട പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, ഇനി ഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം, ഹൗ ഹ്യൂമിഡിഫിക്കേഷൻ ഇസ് ഡൺ. അത് നമ്മൾ എയർ വാഷർ എന്നുള്ളൊരു ഹ്യൂമിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ വാഷർ എന്നുള്ളൊരു ടെക്നിക്, ഇതാണ് ഒരു എയർ വാഷർ. ഡയറക്റ്റ് മെത്തേഡ് എയർ വാഷർ ഇല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മെത്തേഡ് വെച്ചാൽ ദ വാട്ടർ ഈസ് സ്പ്രേഡ് ഇൻ എ ഹൈലി അറ്റോമൈസ്ഡ് സ്റ്റേറ്റ് ഇൻ ടു ദ റൂം ടു ബി എയർ കണ്ടീഷൻ. നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യുന്ന റൂമിലേക്ക് ഡയറക്റ്റ് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യാം. പക്ഷേ അത് അത്ര എഫക്റ്റീവ് അല്ല ഹ്യൂമിഡിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യുക വെച്ചാൽ മോയ്സ്ചർ കണ്ടന്റ് കൂട്ടുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാട്ടർ ഒരു അറ്റോമൈസ്ഡ് സ്റ്റേറ്റിൽ നമുക്ക് സ്പ്രേ ചെയ്യാം നമ്മളെ റൂമിലേക്ക്. അതത്ര എഫക്റ്റീവ് അല്ല. പക്ഷേ ഇതാണ് എയർ വാഷാണ് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ശ്രദ്ധിക്കുക, നമുക്ക് റൂമിൽ നിന്നുള്ള എയർ ഈ എയർ വാഷറിലേക്ക് പിന്നെ എൻ്റർ ചെയ്യിക്കാം. അപ്പോൾ അവിടെ ഒരു എലിമിനേറ്റർ പ്ലേറ്റ്സ് ഉണ്ട്. ഇൻ ദിസ് മെത്തേഡ് ദ വാട്ടർ ഈസ് അപ്പോൾ ഈ വാട്ടർ നമുക്ക് ഈ എയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് കുറച്ച് വാട്ടർ ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എലിമിനേറ്റർ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ടാവും. ചില സമയത്ത് ഇത് ഹ്യൂമിഡിഫൈ ചെയ്യുന്നതാണെങ്കിൽ എലിമിനേറ്റർ പ്ലേറ്റ്സിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് എലിമിനേറ്റർ പ്ലേറ്റ്സ് ഫിൽറ്റർ പോലെയാണ്. ചിലപ്പോൾ ഡസ്റ്റും പാർട്ടിക്കിൾസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് അത് ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ഹീറ്റിങ്ങോ കൂളിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ അവിടെ കോയിൽ വെക്കാം. ഇത് പമ്പ് ചെയ്യും. ഇത് എന്നിട്ട് ഒരു നോസിലേക്ക് കൂടെ ഇത് ആ ടാങ്കിലേക്ക് സ്പ്രേ ചെയ്യും. ആ സ്പ്രേ ചെയ്യുമ്പോൾ ഈ വാട്ടറിൻ്റെ എന്ത് കണ്ടൻറ്റ് കൂടും, ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടും. അത് അപ്പോൾ ഇത് W1 ആണെങ്കിൽ ഇത് W2 വിൽ ബി ഗ്രേറ്റർ ദാൻ W1. അങ്ങനെയാണ്. ഇതാണ് ഒരു എയർ വാഷർ എന്നുള്ളൊരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയി. ഇപ്പോൾ ഇതിൻ്റെ വാട്ടർ ലെവൽ കുറയുമ്പോൾ ഇവിടെ മേക്കപ്പ് വാട്ടർ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഹ്യൂമിഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ എയർ കണ്ടീഷൻ ചെയ്യേണ്ട റൂമിലെ എയർ നമ്മൾ ഒരു എയർ വാഷറിൽ കൂടെ പാസ് ചെയ്യും. അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റിൽ വരുന്ന എയർ വാഷറിൽ കൂടെ പാസ് ചെയ്യിച്ചിട്ട് അതിൻ്റെ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് കൂട്ടിയിട്ടായിരിക്കും നമ്മളെ റൂമിലേക്ക് സപ്ലൈ ചെയ്യും. ആണ് എയർ വാഷ്. പിന്നെ ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കെമിക്കൽ അബ്സോർബൻസ് ഉണ്ടാവും. ലൈക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബാഗിലൊക്കെ ചിലപ്പോൾ സിലിക്ക കണ്ടൻസ് ഒക്കെ അല്ലേ, സിലിക്ക ജെല്ല്, അത് സിലിക്ക ജെല്ലുണ്ട്. പിന്നെ ആക്ടിവേറ്റഡ് അലൂമിന
ഇവരൊക്കെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന കെമിക്കൽസാണ്. കാൽഷ്യം ക്ലോറൈഡ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട്, ഈ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂമിഡിറ്റി കുറക്കാം. പക്ഷേ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു കേസ് എൻകൗണ്ടർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം നമുക്ക് DBT കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഹ്യൂമിഡിറ്റി കൂട്ടുക കുറക്കേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് കൂടുതലും രണ്ടും ഒന്നിച്ചുണ്ട്. അതായത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, അങ്ങനെയുള്ള കേസുകളെ നമ്മുടെ ഫിസിക്കൽ സിറ്റുവേഷൻസ് മാത്രമേ നമ്മൾ സാധാരണ ജീവിതത്തിൽ എൻകൗണ്ടർ ചെയ്യാൻ പറ്റും. ഇതൊരു ജസ്റ്റ് തിയറിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേലും. ഹ്യൂമിഡിഫിക്കേഷൻ, പ്യുവർ ഹ്യൂമിഡിഫിക്കേഷൻ, പ്യുവർ ഡീഹ്യൂമിഡിഫിക്കേഷൻ, അങ്ങനത്തെ ഒരു കേസ് സാധാരണ വരാറില്ല. നമ്മൾ അടുത്ത സെഷനിലാണ് കൂളിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ഒന്നിച്ച് നടക്കുന്നത്, ഹീറ്റിംഗ് പ്ലസ് ഹ്യൂമിഡിഫിക്കേഷൻ ഒന്നിച്ച് നടക്കുന്നത്. ആ രണ്ട് കേസ്. നമ്മൾ വിൻ്റർ സീസണിലാണെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് പ്ലസ് ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും നമ്മുടെ റൂം. നമ്മൾ സമ്മർ സീസണിലാണെങ്കിൽ നമ്മുടെ റൂം കൂളിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് കേസുകളാണ് ഇനി നമ്മൾ അടുത്ത സെഷൻ ക്ലാസ്സിൽ പഠിക്കാൻ. ഓക്കെ, താങ്ക് യു.